ഈ മലാക്ക കടലിടുക്കിൻ്റെ പ്രത്യേകത അറിയാമോ? ലോകത്തെ ഈ ചരക്ക് ഗതാഗതമുണ്ടല്ലോ, കപ്പൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം, അത് ഏറ്റവും കൂടുതൽ നടക്കപ്പെടുന്ന ഒരു ഇടനാഴി അതാണ് വാസ്തവത്തിൽ ഈ മലാക്ക കടലിടുക്ക്. നമ്മുടെ ഈ സൂയിസ് കനാൽ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ കാരണം നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ അല്ലെങ്കിൽ ആൻഡമാൻ കടലിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അങ്ങനെ തന്നെ പറയുക, ഇന്ത്യൻ മഹാസമുദ്രവും നമ്മുടെ ഈ പസഫിക് മഹാസമുദ്രവും അതിൻ്റെ ഭാഗമായിട്ടുള്ള തെക്കൻ ചൈന കടൽ ഇതിനെ രണ്ടും കൂടി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് നമ്മുടെ ഈ മലാക്ക കടലിടുക്ക്. അപ്പോൾ അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ മറ്റ് നിരവധി രാജ്യങ്ങളുമുണ്ട്. സിംഗപ്പൂരുണ്ട്, തായ്ലാൻഡുണ്ട്, മലേഷ്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അതിൻ്റെ ഭാഗം തന്നെയാണ്. കാര്യം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലേക്കാണ് ഇതിൻ്റെ ഒരു രണ്ടറ്റം ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഒരു വന്ന് തുറക്കുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അത് നമ്മുടെ ആൻഡമാൻ ദ്വീപുകൾ ഈ മലാക്ക കടലിടുക്കുമായിട്ട് കഷ്ടിച്ചൊരു 600 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. കടലിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 600 കിലോമീറ്റർ ഒന്നും വലിയ ദൂരമൊന്നുമല്ല. അപ്പോൾ അവിടെ ഈ മലാക്ക കടലിടുക്ക് അവിടെ ഈ വ്യാപാരം സംബന്ധിച്ചുള്ള കപ്പൽ ഗതാഗതത്തെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തീരങ്ങളിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു പരസ്പര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കരാറിൻ്റെ പേര് സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക ആൻഡ് സിംഗപ്പൂർ MSSP എന്ന കരാറാണ്. അതായത് ഈ മലാക്ക കടലിടുക്കിൻ്റെ തീരത്തുള്ള രാജ്യങ്ങളും സിംഗപ്പൂർ രാജ്യവുമായിട്ടുണ്ടാക്കിയ ഒരു കരാർ. അപ്പോൾ അതുപ്രകാരം ഈ ജോയിൻറ്റ് പെട്രോളിംഗ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഈ മലാക്ക കടലിടുക്കിൻ്റെ സംയുക്തമായിട്ടുള്ള പെട്രോളിംഗ് പരിശോധന, നേവൽ ഷിപ്പുകൾ നടത്തുന്ന പരിശോധന MSP. അപ്പോൾ ഈ പറയുന്ന പദ്ധതിയിൽ ഭാഗമാകാനായിട്ട് ഇന്ത്യ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. 2008 മുതൽ ഈ സംയുക്ത പരിശോധനയുടെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹം ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളെ അറിയിച്ചിരുന്നു. പലവട്ടം ഇന്ത്യ അതിൻ്റെ ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ അതൊന്നും വിജയിച്ചില്ല. പക്ഷേ ഇപ്പോൾ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായേക്കുന്നു. നമ്മുടെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ആവശ്യം അത് സ്വീകരിക്കപ്പെട്ടു, അത് അംഗീകരിക്കാം, സിംഗപ്പൂരിൻ്റെ പിന്തുണ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിജയകരമാകാനുള്ള സാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എന്തുകൊണ്ട് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള സംയുക്ത പെട്രോളിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി LNG അല്ലെങ്കിൽ LPG, പെട്രോളിയം ക്രൂഡ് അടക്കമുള്ള സാധനങ്ങളൊക്കെ വരുന്നതിൻ്റെ 60% ഈ മലാക്ക കടലിടുക്ക് വഴിയാണ് വരുന്നത്. അതൊരു കാര്യം. പിന്നെ നമ്മുടെ ചൈനയിലേക്ക് വരുന്ന ഊർജ്ജ ഇറക്കുമതി, ചൈനയാണല്ലോ നമ്മുടെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത രാജ്യം. ഇതടക്കം ചൈനയിലേക്ക് വരുന്ന ഊർജ്ജ ഇറക്കുമതിയും അവരുടെ കയറ്റുമതിയും ഏതാണ്ട് 80% പോകുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ഈ ചൈനയ്ക്ക് തൊട്ടടുത്തൊന്നും അവർക്ക് നേവൽ ബേസുകളില്ല. ഈ മലാക്ക കടലിടുക്കിൽ എന്തെങ്കിലും കാര്യമായ നിരീക്ഷണമോ മറ്റോ നടത്താനായിട്ട് അവർക്കില്ല. ആകെ ഉള്ളത് അവരുടെ സൗഹൃദ രാഷ്ട്രമായ കംബോഡിയയുമായിട്ട്, അതും നമ്മുടെ മലാക്ക കടലിടുക്കുമായിട്ട് അത്യാവശ്യം നല്ല ദൂരെയാണുള്ളത്, കംബോഡിയയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ചൈനയ്ക്കുള്ളത്. അവിടെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം ഇരിക്കുന്നത്. കാരണം അമേരിക്ക പോലും ഈ മലാക്ക കടലിടുക്കിൽ ഇടപെടാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളൊക്കെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. കാര്യം ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക താവളം തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒന്ന് ഇടപെടാൻ അതിന് കാരണം 2005 ജപ്പാൻ്റെ ഒരു ടഗ് ബോട്ട്, അവിടെ ഈ കടൽ കൊള്ളക്കാരുണ്ടല്ലോ അതെല്ലായിടും ഉണ്ട്, അത് ഈ മലാക്ക കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ സംഭവത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ജപ്പാൻ നേവി അവിടെ അനുമതി ചോദിച്ചെങ്കിലും നമ്മുടെ തായ്ലൻഡ് അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കി അമേരിക്കയും അവിടെ ഞങ്ങളുടെ സുരക്ഷയും കൂടി ഏർപ്പാടാക്കി ഇപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അമേരിക്ക വന്നിട്ട് അപ്പോഴും അമേരിക്കയെ പോലും അങ്ങോട്ട് അടുപ്പിച്ചിരുന്നില്ല. ആ ഒരു സ്ഥലത്തേക്കാണ് ഇന്ത്യയെ സിംഗപ്പൂർ ഇപ്പോൾ മാടി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ നമുക്ക് മലേഷ്യയോടും തായ്ലാൻഡിനോടും ഇന്തോനേഷ്യയോടും കൂടി അനുമതി നേടിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഈ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് ഇവർ ഇക്കാര്യത്തിൽ എത്രമാത്രം സഹകരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി ചോദ്യം ഇരിക്കുന്നത്. കാര്യം അതിൽ ഇന്തോനേഷ്യയും മലേഷ്യയും അവർക്ക് ഈ സംയുക്തമായിട്ട് ഈ പരിപാടി നടത്തുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. കാര്യം അവരവരുടെ രാജ്യങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം. അപ്പോൾ സംയുക്തമായിട്ടുള്ള പരിശോധന വേണ്ട, പരസ്പരം സഹകരിച്ചുള്ള പരിശോധന മതി എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. അതായത് അതാത് രാജ്യങ്ങൾ അവരവരുടെ ഈ കടൽ മേഖലയുണ്ടല്ലോ
അവരുടെ സൈനിക അല്ലെങ്കിൽ ഈ നേവൽ ടെറിട്ടറി അവിടെ മാത്രം പരിശോധന നടത്തുക, വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അപ്പോൾ ഇവരെ പിണക്കണ്ടെന്ന് കരുതി ഇന്ത്യയും ഇപ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾക്ക് അല്ലെങ്കിൽ പട്രോളിങ്ങിന് ഇന്ത്യ സന്നദ്ധമാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സാധ്യത വളരെ വലുതാണ്. കാര്യം നമ്മുടെ തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ഈ കരാറിൽ പിന്നീട് വന്നു ചേർന്നാണ്. കാര്യം തായ്ലൻഡ് ഈ മലാക്ക കടലിടുക്കുമായിട്ട് ഇന്ത്യയെ പോലെ തന്നെ കുറച്ച് അകന്നുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ 2008 ഈ തായ്ലൻഡ് ഈ കരാറിൻ്റെ ഭാഗമാകുന്നത്. കാരണം ഈ മലാക്ക കടലിടുക്കിൻ്റെ ഒരു ഭാഗത്ത് തായ്ലൻഡും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി ഇടപെടാം എന്നുള്ള ഒരു രീതിയിലാണ് ഇത്തരത്തിൽ ഏർപ്പാടാക്കിയിട്ടിരിക്കുന്നത്. ഇനി മറ്റൊരു സംഗതി, ഇപ്പോൾ ഈ ഒരു കരാറില്ലെങ്കിൽ പോലും ഇന്ത്യ ഇന്തോനേഷ്യയും തായ്ലൻഡുമായിട്ട് ഉഭയകക്ഷി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ നേവിയുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട്, അതായത് കടൽ കൊള്ളക്കാരെ തടയുക, ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, മറ്റ് സുരക്ഷാ ആശങ്കകളുണ്ടെങ്കിൽ അവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യൻ നേവിയും ഇന്തോനേഷ്യയും തായ്ലൻഡുമായിട്ട് കോർപാറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു കരാർ നിലവിലുണ്ട്. അപ്പോൾ അതിന് സമാന്തരമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക്, ഇത്തരത്തിലൊരു ഈ മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന തരത്തിലോട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. കാര്യം അമേരിക്കയെ പോലും സഹകരിപ്പിക്കാത്ത ഒരു മേഖലയിൽ ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം, അതിപ്പോൾ നിലവിൽ അവിടെ 4 രാജ്യങ്ങൾ കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ്. അതിൽ ഒരു രാജ്യം ഇന്ത്യക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു. അപ്പോൾ മറ്റ് 3 രാജ്യങ്ങൾ കൂടി ഇക്കാര്യത്തിലൊരു അനുമതി നൽകിക്കഴിഞ്ഞാൽ ഈ മലാക്ക കടലിടുക്കിലെ പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ നേവിക്ക് ഇടപെടാൻ സാധിക്കും. അത് ഇന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണി ഉണ്ടായാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയും ചൈനയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിർത്തി സംഘർഷം ഉണ്ടായാൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ഇന്ത്യൻ നേവിക്ക് നിസ്സാരമായി സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മലാക്ക കടലിടുക്കും ഇന്ത്യയുടെ ആൻഡമാനിലുള്ള നേവൽ കമാൻഡുമായിട്ട് കഷ്ടിച്ച് 600 കിലോമീറ്റർ മാത്രമാണ് ദൂരവ്യത്യാസമുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവിക്ക് പെട്ടെന്ന് അവിടെ ഇടപെടൽ നടത്തി അവിടെ ഒരു പിക്കറ്റിംഗ് ഏർപ്പെടുത്താം. അല്ലെങ്കിൽ ചൈനയിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഇന്ത്യക്ക് സാധിക്കും. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ശത്രുതയുള്ള ഏക രാജ്യം ചൈന എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. മറ്റേത് രാജ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭീഷണിയിലേക്ക് വന്നാൽ പോലും മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് നിയന്ത്രണമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു നീക്കത്തെയും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യക്കുള്ള അവകാശം കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കത് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കരാർ വളരെ നിർണായകമാകുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 രാജ്യങ്ങൾ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് സാധിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ ആഗോള സ്വീകാര്യത വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. കൂടാതെ ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയായിട്ട്, വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെ അംഗീകരിക്കുകയും അതുമായി ചേർന്ന് നിൽക്കുകയും എന്നുള്ളത് മറ്റ് രാജ്യങ്ങളുടെയും കൂടെ ആവശ്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സിംഗപ്പൂർ ഇപ്പോൾ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ മറ്റ് രാജ്യങ്ങളും സന്നദ്ധമാവും. അപ്പോൾ ഈ കാര്യത്തിൽ കടുംപിടുത്തമുള്ള ഈ ഇന്തോനേഷ്യയും മലേഷ്യയും പോലും ഒരു പക്ഷേ ഇന്ത്യയോട് വലിയ സഹകരണം, നേരത്തെ തന്നെ വലിയ സഹകരണമുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി ചൈന ഇന്ത്യയുടെ താല്പര്യത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും അങ്ങനൊരു പദ്ധതി സാധ്യമായാൽ അത് ഇന്ത്യക്കും ഇന്ത്യൻ നേവിക്കും വലിയ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യം നിസ്സംശയമാണ്.